ചെമ്പനിപ്പ് സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് ആരംഭിക്കുന്നത് ചന്ദ്രയും ശ്രുതിയും തമ്മിലുള്ള വൈകാരികമായ സംഭാഷണത്തോടെയാണ്. തന്റെ പ്രിയപ്പെട്ട ശ്രുതിയെ കാണാൻ ശ്രുതി ഇറങ്ങുന്നതും തനിക്ക് പോയേ പറ്റൂ എന്ന് അമ്മയോട് പറയുന്നതുമായ ആദ്യ രംഗം. സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവുവിന്റെ കോള് വരുന്നത്. ഫോണെടുത്ത രേവതിയോട് ആദ്യം തന്നെ ദേവു ചോദിക്കുന്നത് ശ്രുതി ചേച്ചി ഗർഭിണിയാണ് അല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് നമ്മുടെ രേവതി സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ശ്രുതി ചേച്ചി തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അവളിവിടെ ഹോസ്പിറ്റലില് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മേരിയോടൊപ്പം വന്ന കാര്യത്തെക്കുറിച്ച് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. കുറച്ചു മുമ്പ് കൂടി സച്ചി പറഞ്ഞതേ ഉള്ളൂ ശ്രുതി കള്ളം പറയായിരിക്കും, ബാമാൻഡിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടായിരിക്കും ഇവിടെ വന്ന് ബാമാൻഡി ശ്രുതി ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി എത്തിയ ശ്രുതി ഉറപ്പായിട്ടും ഗർഭിണിയായിരിക്കും എന്നാണ് ദേവുവിന്റെ ആ കോളിലൂടെ സച്ചിക്കും രേവതിക്കും മനസ്സിലാവുന്നത്. ശ്രുതി കുറച്ച് കാഞ്ഞ ബുദ്ധിയുള്ള ആളാണെന്നുള്ള കാര്യം സച്ചിക്ക് അറിയാം. പക്ഷെ രേവതി അത് അപ്പാടെ വിശ്വസിച്ചു. എന്നാൽ സച്ചിക്ക് ഇപ്പോഴും ചെറിയൊരു സംശയം ബാക്കിയുണ്ട് കേട്ടോ. ഫോൺ വെച്ചതിന് ശേഷം രേവതിയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് അമ്മയുടെ അടുത്തും അതുപോലെ അച്ഛന്റെ അടുത്തും ശ്രുതിയും എല്ലാവരും ഉള്ള സമയത്താണ് കേട്ടോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ദേവു വിളിച്ച് പറഞ്ഞു അവള് ഗർഭിണിയാണോ എന്നുള്ള അമ്മയുടെ സംശയം ഇനി എന്തായാലും വേണ്ട, അവള് ഗർഭിണി തന്നെയാണ്. ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ദേവു വർക്ക് ചെയ്യുന്ന ഗൈനക് ഹോസ്പിറ്റലിലേക്ക് അവൾ എത്തിയ കാര്യത്തെക്കുറിച്ച് ദേവു വിളിച്ചു പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമ്മുടെ രേവതി എല്ലാവരോടുമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടി കേൾക്കുന്നതോടുകൂടി ശ്രുതിക്ക് ആകെ മൊത്തത്തില് വിഷമാവുന്നുണ്ട്. അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുവാണ്. ശ്രുതിയും അവള് ഗർഭിണിയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലാവാണ്. എന്നാൽ ശ്രുതിക്ക് വീട്ടിലേക്ക് കയറി പറ്റാനുള്ള അടവാണ് ഇത് എന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രയ്ക്ക് നന്നായിട്ട് അറിയാം. അവളെ ഇനി കുടിച്ച വെള്ളത്തിൽ നമ്മുടെ ചന്ദ്രമതി വിശ്വസിക്കില്ല കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അവള് ഗർഭിണിയല്ല, ആ സത്യം നമ്മുടെ ചന്ദ്രയ്ക്ക് കറക്റ്റ് അറിയാട്ടോ. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ശ്രുതി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരുടെ മുമ്പിൽ ശ്രുതിയുടെ കള്ളത്തരം പൊളിക്കണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി ചന്ദ്രമതിയുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. ഇനിയും ചന്ദ്രൻ നിനക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ല. അവള് അവളുടെ ഉദരത്തിൽ ചുമക്കുന്നത് നമ്മുടെ ഈ വീട്ടിൽ വളരേണ്ട കുഞ്ഞിനെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവളെ പുറത്താക്കാൻ വേണ്ടി പാടില്ല, അവളെ തിരികെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ എല്ലാവരും വിഷമത്തോടു കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രവിക്ക് ഈ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാവില്ല. സത്യസന്ധനായതുകൊണ്ട് തന്നെ അവള് കാണിക്കുന്ന കള്ളത്തരങ്ങളൊന്നും മനസ്സിലാവാത്തോണ്ടാണ് രവിയേട്ട എന്ന് പറയുവാണേ. അങ്ങനെ അവള് പ്രഗ്നന്റ് അല്ലെങ്കിൽ അമ്മയെ പിന്നെ എന്തിനാണ് അവള് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നന്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ നിന്നെ അവള് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടേക്ക് പോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇനിയും ചന്ദ്രൻ നിന്നെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യേ. നീ തകർക്കാൻ വേണ്ടി പോകുന്നത് ശ്രുതിയുടെ ജീവിതം കൂടിയാണെന്നുള്ള കാര്യം മനസ്സിൽ ഓർത്തോ എന്ന് പറയുവാണേ. അപ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സങ്കടഭാവമൊക്കെ മാറിയിട്ട് അമ്മയെ എതിർത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അമ്മ ഇനിയെങ്കിലും ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്ക്, അവളെ തിരികെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. എന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. ആ കുഞ്ഞ് എന്റെ അരികിൽ തന്നെ ഉണ്ടാകണം. അതിന് അവള് എന്റെ കൂടെ ഉണ്ടാവണം. എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല. അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും രണ്ട് ദിശയിൽ നിന്ന് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ കുഞ്ഞിനെ കൂടിയാണ് അമ്മയെ ബാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ശ്രുതി. പക്ഷെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടല്ല, അച്ഛമ്മയുടെ സ്വത്തുക്കള് ആദ്യം ജനിക്കുന്ന കുഞ്ഞിന്റെ പേരിലാണല്ലോ എഴുതി വെക്കുക. ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ശ്രുതി ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. എന്നാൽ ചന്ദ്രയ്ക്ക് അറിയാം ശ്രുതി കള്ളത്തെയാണെന്നും അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോഴൊന്നും ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. ശ്രുതിക്കാണെങ്കിൽ ഒരടി കിട്ടിയതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം കൂടിയുണ്ട് ചന്ദ്രയുടെ അടുത്ത് സംസാരിക്കാൻ. അങ്ങനെ ചന്ദ്ര എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പക്ഷെ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നുവാണ് കേട്ടോ. ഇവരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ശ്രുതി ഗർഭിണിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണല്ലോ. ആ ഗർഭകഥ എങ്ങനെയെങ്കിലും പൊളിക്കണം. ഇനിയിപ്പോൾ അവള് ഗർഭിണിയാണോ അല്ലയോ എന്നുള്ള കാര്യം എന്തായാലും കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് എന്തായാലും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് അവളെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള പേരും പറഞ്ഞ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യിക്കുക എന്നുള്ളൊരു ഐഡിയ നമ്മുടെ ചന്ദ്രമതിയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഐഡിയയെ കുറിച്ചിട്ട് അവിടെ ആരടുത്തും പറയുന്നില്ല. സുധീരുടെ അടുത്താണെങ്കിൽ സുധീയുടെ വിഷമം കണ്ടിട്ട് ശരി നിന്റെ വിഷമത്തിനും വലുത് അമ്മയ്ക്ക് വേറെ ഒന്നും ഇല്ലടാ, അതുകൊണ്ട് നിന്റെ ഇഷ്ടപ്രകാരം തന്നെ നമുക്ക് ശ്രുതിയെ ഇങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ടുവരാ എന്ന് പറയാണേ. അമ്മയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശ്രുതിക്കും വിശ്വാസം തോന്നുന്നൊന്നുമില്ല കേട്ടോ. അമ്മ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേടാ, നിന്റെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും നിന്റെ കുഞ്ഞല്ലേടാ അവളുടെ വയറ്റിൽ വളരുന്നത്. അതുകൊണ്ട് അമ്മ ബാക്കി കാര്യങ്ങളെല്ലാം ക്ഷമിക്കാം. അങ്ങനെയാണെങ്കിൽ അമ്മയെ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ടടാ,
നീ കടയിലേക്ക് പോയിക്കോ, നീ തിരിച്ചു വരുന്ന സമയത്ത് അവൾ ഇവിടെ ഉണ്ടാകും, ഞാൻ തന്നെ അല്ലേ അവളെ ഇറക്കി വിട്ടത്, അതുകൊണ്ട് ഞാൻ തന്നെ അവളെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നോളാം എന്ന് പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുകയും അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ചന്ദ്രമതിയുടെ ലക്ഷ്യം വേറെയാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായിട്ടില്ല. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവളെ എങ്ങനെങ്കിലും അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണല്ലോ. അതിന് നമ്മുടെ സച്ചിയുടെ സഹായമാണ് കേട്ടോ ആവശ്യപ്പെടുന്നത്. പദ്ധതിയൊക്കെ എല്ലാം ഒരുക്കിയതിനു ശേഷം സച്ചിയുടെ അടുത്ത് എനിക്ക് നിന്റെ ഒരു സഹായം വേണം എന്നുള്ള കാര്യം പറയുവാണ്. എന്നിട്ട് സച്ചിയുടെ അടുത്ത് പ്ലാൻ എന്താന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ട്. അവള് ഗർഭിണിയാണോ എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിഞ്ഞല്ലേ പറ്റുള്ളൂ. അതെ അമ്മ പറഞ്ഞ് ശരി തന്നെയാണ്. അവളുടെ മേലെ എനിക്കും ചെറിയൊരു സംശയമുണ്ട്. അവളെ എല്ലാവരും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാമേന്റെ അടുത്തും ഒരുപക്ഷെ ആർക്കും സംശയം തോന്നരുത് ഗർഭിണിയാണെന്നുള്ള സത്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവുവിനെ കാണാൻ വേണ്ടി മനഃപൂർവ്വം അവൾ ഹോസ്പിറ്റലിൽ പോയതാണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടെന്ന് സച്ചി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും അവളുടെ കള്ളക്കളി ഇതോട് കൂടിയിട്ട് പൊളിക്കണം. അവള് ഗർഭിണിയാണോ എന്നുള്ളത് എനിക്ക് അറിയണമെന്നൊക്കെ സച്ചി എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി തന്റെ കൂടെ വരാ എന്നുള്ള കാര്യം സമ്മതിക്കുവാണ്. അങ്ങനെ സച്ചിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടി ചേർന്നിട്ടാണ് ശ്രുതിയെ കൂട്ടാൻ വേണ്ടിയിട്ട് മീരയുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ചന്ദ്രയെ അപ്രതീക്ഷിതമായിട്ട് അവിടെ കാണുമ്പോ ശ്രുതിക്ക് ചെറിയൊരു ഭയമൊക്കെ ഉണ്ടെങ്കിലും ചന്ദ്രമതി ഭയങ്കര അഭിനയാട്ടോ അവിടെ കാഴ്ചവെക്കുന്നത്. കയറി ചെല്ലുമ്പോ തന്നെ ശ്രുതി മോളെ നീ ഗർഭിണിയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രുതി അതിലങ്ങ് വീഴുന്നുണ്ട്. ചന്ദ്ര ശ്രുതിയേക്കാളും കുറച്ച് കൂടിയാനാണെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞു, എത്രയും വേഗം തന്നെ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. നീ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ നിന്റെ വയറ്റിൽ വളരുന്നത് സുധിയുടെ കുഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ആ തെറ്റുകളൊക്കെ പുറത്ത് നിന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ള കാര്യം തീരുമാനിച്ചു. അമ്മയുടെ അഭിനയം കാണുമ്പോൾ സച്ചിയും ഭയങ്കര അത്ഭുതത്തോടു കൂടി നിങ്ങൾ നോക്കി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ എത്രയും വേഗം തന്നെ മോള് റെഡിയായിട്ട് വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ പ്രത്യേകിച്ച് റെഡി ആവാനൊന്നുമില്ലല്ലോ. ആന്റി ഞാൻ ഇങ്ങനെ തന്നെ വരാ എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വരാ എന്നുള്ള കാര്യം ചന്ദ്രയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മീരെ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുവാണ് കേട്ടോ. ആന്റി ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് മീരയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് മീരയുടെ അടുത്ത് വലിയ ഡയലോഗൊക്കെ ഇളക്കുവാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേടി ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആന്റിയുടെ മനസ്സലിയും. കാരണം സുധിയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ആന്റി ഒരുപാട് നാളായിട്ട് കൊതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ കുഞ്ഞുൻ വരാൻ വേണ്ടി പോവെന്നുള്ള കാര്യം ആന്റി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആന്റിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ പോയി കാണും. ഇനി എന്തായാലും എനിക്ക് അവിടെ മഹാറാണിയെ പോലെ തന്നെ കഴിയാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഇനി എന്നെ ആർക്കും അവിടുന്ന് ചവിട്ടി പുറത്താക്കാനും വേണ്ടി പറ്റത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് മീരയോട് വലിയ തള്ളൊക്കെ തള്ളിയിട്ട് നേരെ ആന്റി നമുക്ക് പോകാം ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ്. ആ വാ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഇങ്ങനെ കൈപിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ കൂട്ടിക്കൊണ്ടുവന്നത്. കാരണം ശ്രുതിക്ക് ഒരു സംശയം തോന്നാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സച്ചിയുടെ വണ്ടിയിലാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഓട്ടോയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് സച്ചിയും കൂട്ടി വന്നതാണെന്നൊക്കെയാണ് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ കാറിൽ കയറി ഇങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. വീട്ടിന്റെ അങ്ങോട്ടേക്ക് എത്തേണ്ട വഴി, വീട്ടിലേക്ക് പോകേണ്ട വഴി ഉണ്ടാവുമല്ലോ, അവിടെ എത്തുന്ന സമയത്ത് വണ്ടി വേറെ ദിശയിലേക്കാണ് കേട്ടോ പോകുന്നത്. അത് കണ്ട ശ്രുതി ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന്. അല്ലല്ല, നമ്മൾ വീട്ടിലേക്കല്ല, നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആകെ കൈയും കാലും കുഴഞ്ഞ അവസ്ഥയാവാണ് കേട്ടോ ചെയ്യുന്നത്. നീ ഗർഭിണിയാണോ എന്നുള്ള കാര്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ വന്നതെന്ന് പറയുവാണേ. കള്ളത്തരം പൊളിയെന്നുള്ള കാര്യം കാണുമ്പോഴേക്കും അയ്യോ ആന്റി എന്താണ്, ഞാൻ ഇന്നലെ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതേ ഉള്ളൂ, വൈറ്റമിന്റെ അത് എഴുതുന്നു ഇത് എഴുതുന്നു അങ്ങനെ ഇതും ഇങ്ങനെ ഇതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര എടുത്ത് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഇരിക്കട്ടെ മോളെ, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണണം. എനിക്കറിയുന്ന നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അവരെ പോയി കണ്ടു കഴിഞ്ഞാലേ ശരിയാവത്തുള്ളൂ. അങ്ങനെ അവിടെ ഇവിടെ ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. ഇതാകുമ്പോ എനിക്ക് അറിയുന്ന ആളാണ്, എന്തായാലും അങ്ങോട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണെ. അതോടുകൂടി ശ്രുതിയുടെ പ്ലാനൊക്കെ പൊളിയെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുകയാണല്ലോ. ചന്ദ്രമതിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതല്ല. ശ്രുതി ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നുണ്ടല്ലോ ഇവള് ഗർഭിണിയാണെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഇവള് ഗർഭിണിയല്ല എന്നും ഇവളുടെ കള്ളത്തരങ്ങളാണ് വീട്ടിൽ കയറി പറ്റാനുള്ളതെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചന്ദ്രമതി ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അതുപോലെ തന്നെ സംഭവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഇവള് ഗർഭിണിയല്ല എന്നുള്ള സത്യം നമ്മുടെ ഡോക്ടർ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. നീ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ ഐഡിയ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും തിരികെ നിന്നെ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രമതി പറഞ്ഞതുപോലെ തന്നെ ചെയ്യോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നീ ഗർഭിണിയാണെന്നുള്ള കള്ളം പറഞ്ഞില്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതി അങ്ങ് നാണം കെടുത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതി ആകെ ഇല്ലാതാവുന്നുണ്ട്. ആദ്യം നീ പണക്കാരിയാണെന്ന് പറഞ്ഞു, പിന്നെ നിന്റെ അച്ഛൻ മലേഷ്യയില് പിന്നെ ജയിലില് മരിച്ചു, പിന്നെ ഒരു ഇറച്ചി വെട്ടുകാരനെ കൊണ്ടുവന്നിട്ട് നീ നിന്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞു. ഇപ്പോ എല്ലാ കള്ളത്തരങ്ങളും ഒപ്പിച്ച് വെച്ചിട്ട് അവൾ അടുത്ത കള്ളം പറഞ്ഞിരിക്കുകയാണ്.
അവളുടെ വയറ്റിൽ എന്റെ മോന്റെ കുഞ്ഞു വളരുന്നുണ്ട് എന്ന്. ആ പേരും പറഞ്ഞിട്ട് നിനക്ക് വീട്ടിൽ കയറി പറ്റാന്നാണിടിയില്ലേ നീ വിചാരിച്ചത്? എന്നാ നിന്റെ മനസ്സിൽ ഇപ്പൊ നടക്കില്ലടി. നീ ഇത് വലിയ കള്ളത്തിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണ്. നീ അവിടെ കയറി പറ്റാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാടി. എന്നാ എന്റെ പാവ മോൻ അവൻ വിശ്വസിച്ചു അവന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന്. അതിന്റെ പേരില് അവൻ 2 ദിവസമായിട്ട് വിഷമിച്ചോണ്ടിരിക്കുകയായിരുന്നു. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നിന്റെ വയറ്റില് കുഞ്ഞു വളരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാ നീ അവനെയും പറ്റിക്കായിരുന്നു എന്നുള്ള സത്യം അറിഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ ഒരിക്കലും അവൻ ഭാര്യയായിട്ട് സ്വീകരിക്കത്തോ ആ വീട്ടിലേക്ക് നിന്നെ കയറ്റത്തോ നിന്നെ കാണാൻ പോലും അവന് ഇഷ്ടം ഉണ്ടാവില്ലടി. എന്തായാലും നീ ഇങ്ങനൊരു കള്ളത്തരം കൂടി പറഞ്ഞത് നന്നായി. ഇനിയിപ്പോ സുധിക്ക് നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണത്തിന് ആവശ്യം ഉണ്ടാവില്ല. അവനെ വീണ്ടും വീണ്ടും നീ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്നുള്ള സത്യം അവൻ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ ഞാൻ ആ വീടിന്റെ പടി ചവിട്ടിക്കില്ലടി. വാട സച്ചി എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ചന്ദ്രയുടെ ഈ പ്രഹസനം. അങ്ങനെ നാണം കെട്ട് നാറി തിരിച്ച് മീരയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലുവാണ് കേട്ടോ. ശ്രുതിയുടെ തിരിച്ചുവരവ് കാണുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താടി പറ്റിയത്, എന്താ സംഭവം എന്ന്. ഈ ആന്റി എന്നെ കൊണ്ടുപോയത് വീട്ടിലേക്കായിരുന്നില്ല, ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഞാൻ ഗർഭിണിയാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്, ഈ കള്ളം കൂടി പൊറിഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ നീ വേണ്ടത്ത പണിക്ക് നിൽക്കണ്ട എന്നുള്ള കാര്യം. ഇപ്പൊ അവൾക്ക് നിന്നോടുള്ള ദേഷ്യം കുറച്ചുകൂടി കൂടി കാണും. അത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് നീ വീണ്ടും വീണ്ടും കള്ളം പറയാണെന്നുള്ള തോന്നൽ അവർക്ക് വരില്ലേ? ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ശ്രുതി. ഇനിയിപ്പോ നിനക്ക് അങ്ങോട്ടേക്ക് ഈ ജന്മം കയറാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മീര പറയുവാണേ. ശ്രുതിയാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അതല്ല, ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേഷ്യത്തോടെ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഓ, അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു എല്ലാവർക്കും ഉത്സാഹം. എടാ ശ്രുതി, നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവള് ഗർഭിണിയല്ല. അമ്മ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോ, അതേടാ ഞാനും സച്ചിയും കൂടി ചേർന്നിട്ട് അവള് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു അവള് ഗർഭിണിയല്ല എന്നുള്ള സത്യം. അവളെ ഇങ്ങോട്ട് കയറി പറ്റാൻ വേണ്ടിയിട്ട് പുതിയ അടവിറക്കിയതായിരുന്നു. ഇപ്പോ നിനക്കൊരു കാര്യം മനസ്സിലായോടാ, അവള് കള്ളം പറയുന്നത് നിർത്തിയിട്ടില്ല. അവള് ഇനിയും കള്ളം തന്നെയായിരിക്കും പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്ന ഒരുത്തിയാണോടാ നിനക്ക് നിന്റെ ഭാര്യയായിട്ട് വേണ്ടത്? ഓഹോ, അപ്പോ അവള് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു അവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞു വളരുന്നുണ്ടെന്ന്. ഒരു നിമിഷം അവളോടുള്ള ദേഷ്യമൊക്കെ മറന്നിട്ട് അവളെ ഞാൻ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. ആ എന്നെ തന്നെ അവള് കരിവാരി തേച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ രവിയേട്ടാ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നല്ലോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതല്ലേ അവള് ഗർഭിണിയല്ല എന്നുള്ള കാര്യം. നിങ്ങൾ എന്താ പറഞ്ഞത്? അവള് ഗർഭിണിയാണെന്നല്ലേ? അത് അവൾ ഒരിക്കലും കള്ളം പറയില്ല എന്നല്ലേ? അവള് മാമേന്റെ അടുത്ത് എന്നെ മയക്കാൻ വേണ്ടിയിട്ട് അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവളെ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് കയറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അവളെ പോലെ ഒരുത്തിയെ ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടിക്കില്ല. ഇങ്ങനത്തെ ഒരു കള്ളമല്ല. അവൾ ഇനി എന്തെല്ലാം കള്ളങ്ങളാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ പോലെ ഒരുത്തിയെ എന്റെ മകൻ ഇനി എന്തായാലും ഭാര്യയായിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര കാലി തുള്ളി അങ്ങ് പോവാണ് കേട്ടോ. എന്തൊക്കെയാടാ ഇത് എന്ന് രവി സച്ചിയുടെ ചോദിക്കുമ്പോ, അച്ഛാ അവള് ഇങ്ങോട്ട് കയറി പറ്റാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണ്. ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും മനസ്സലിയുമല്ലോ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവൾ അങ്ങനെ പറഞ്ഞത്. അച്ഛനത് വിട്ടേക്ക്, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി. റൂമിലെത്തി തിരികെ എത്തിയ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ശ്രുതിക്ക് ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോ ശ്രുതിയോട് അല്പം അലിവും അതുപോലെ സ്നേഹമൊക്കെ തോന്നിയതാണ്. എന്നാ ഇത്രയും വലിയൊരു കള്ളം വീണ്ടും അവള് പറഞ്ഞല്ലോ. ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും സത്യങ്ങളൊക്കെ ശ്രുതി എന്തായാലും അറിഞ്ഞു കാണൂ എന്ന് വിചാരിച്ചിട്ട് ശ്രുതിക്ക് പേടിയുണ്ട് കേട്ടോ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 2-3 പ്രാവശ്യം വിളിക്കുമ്പോഴേക്കും നീ ഫോൺ എടുക്കടി, ഇനിയും നീ വെറുതെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യല്ല എന്ന് പറഞ്ഞിട്ട് മീര നിർബന്ധിച്ച് എടുപ്പിക്കുന്നുണ്ട്. ഫോൺ എടുത്ത ഉടനെ തന്നെ ശ്രുതി, നിന്റെ അടുത്തുനിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞ സമയത്ത് നിന്നെ ഞാൻ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വിചാരിച്ചതാണ്. പക്ഷേ ഈ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനൊരു കള്ളം പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശ്രുതി. നിന്നെ പോലെ ഒരുത്തിയെ കൂടെ ജീവിക്കാൻ എനിക്കിപ്പോ ഭയമാണ് തോന്നുന്നത്. നീ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എന്നെ കൊല്ലാനും മടിക്കില്ല എന്നുള്ള സത്യം ഞാൻ ഇപ്പൊ തിരിച്ചറിഞ്ഞെന്നൊക്കെ പറയുമ്പോ, അയ്യോ സുധി, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് സുധിയുടെ കൂടെ ജീവിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് തിരികെ വരണമെന്ന് വിചാരിച്ച് തന്നെ ഞാൻ കള്ളം പറഞ്ഞത്. അത് സുധിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. വേണ്ട ശ്രുതി, ഇനി എന്നോടുള്ള ഇഷ്ടത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയരുത്. നിന്നെ ഞാൻ ഇനി ഒരിക്കലും ഈ ജന്മം വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഫോൺ കട്ട് ചെയ്യാനോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കള്ളത്തരം കൂടി പൊളിഞ്ഞോട് കൂടിയിട്ട് ശ്രുതിയോട് എല്ലാവർക്കും ഉള്ള ഈ അകൽച്ച കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതോടുകൂടി മറ്റൊരു എപ്പിസോഡും കൂടി അവസാനിക്കുകയാണ്.